ലോകത്തിൻ്റെ കണ്ണും കാതും 2025 ജനുവരി മാസം 20 അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് അമേരിക്കയിലെ ഭരണസിരാ കേന്ദ്രമായ ക്യാപിറ്റൽ ഹില്ലിലെ ആ ഒരു റൊട്ടൻഡോ ഹാളിലായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി അദ്ദേഹം രണ്ടാം തവണയും അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വരുന്നു, ഭരണം ഏറ്റെടുക്കുന്നു. അദ്ദേഹം നടത്തിയ ആ ഒരു ഇനാഗുറൽ അഡ്രസ്സ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണം അദ്ദേഹം കൈയാളുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ചടങ്ങുകൾ വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നുണ്ട്. ഒപ്പം ഭരണത്തിൻ്റെ ആദ്യ ദിനത്തിൽ അദ്ദേഹം ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, അത് അമേരിക്കയിൽ മാത്രമല്ല ലോകത്താകമാനം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോസ്. അങ്ങനെ ട്രംപ് യുഗത്തിലേക്ക് ലോകം കാലെടുത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു, അമേരിക്ക കാലെടുത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ട്രംപ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ഏകദേശം 80ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സാണ് അദ്ദേഹം സൈൻ ചെയ്തത്. ഓരോ ഓർഡറിലും ഒരു ടിപ്പിക്കൽ ഒരു ട്രംപിസം നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കും. പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പറഞ്ഞ വാക്കുകളോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡേഴ്സാണ് ഭരണത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ അദ്ദേഹം സൈൻ ചെയ്തത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഇനാഗുറൽ അഡ്രസ്സ് വളരെ കയ്യടികളോടുകൂടി തന്നെയാണ് അമേരിക്കൻ ജനതയും അല്ലെങ്കിൽ ലോകത്തിലെ വലിയൊരു വിഭാഗവും ആ ഒരു ഇനാഗുറൽ അഡ്രസ്സിനെ ശ്രമിച്ചത്. തൻ്റെ ക്യാമ്പയിൻ വേളയിൽ താൻ എന്താണോ പറഞ്ഞത് അത് നടപ്പാക്കുന്നു. പ്രത്യേകിച്ച് ചില മേഖലകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാട് ട്രംപിന് എന്നും ഉണ്ടായിരുന്നു. ആദ്യം ട്രംപ് 1.0 ഉണ്ടായിരുന്നു, ട്രംപ് 2.0 ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്യാമ്പയിൻ ആ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. വളരെ അപൂർവമായിട്ടുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മെക്സിക്കോയുമായി ചേർന്ന് കിടക്കുന്ന സദേൺ ബോർഡറിൽ ഒരു നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കുന്നു. നമുക്കറിയാം, ഈ അഭയാർത്ഥികൾ ഈ അമേരിക്കയിലേക്ക് ഇല്ലീഗൽ മൈഗ്രൻസ്, ഏലിയൻ ക്രിമിനൽസ് എന്നൊക്കെയാണ് അദ്ദേഹം അവരെ വിശേഷിപ്പിച്ചത്. അല്ലെങ്കിൽ നമ്മൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഈ അമേരിക്കയിൽ സൃഷ്ടിക്കുന്ന അനവധി പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ മെക്സിക്കോ ബോർഡർ വഴി, ഈ കാനഡയുടെ പോറസ് ആയിട്ടുള്ള ബോർഡർ വഴി അമേരിക്കയിലേക്ക് അവർ എത്തുന്നു. പിന്നീട് അമേരിക്ക അല്ലെങ്കിൽ ആ ഒരു രാജ്യം നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റി പലരും ആ രാജ്യത്തിനെതിരെ തന്നെ പലപ്പോഴും യുദ്ധം ചെയ്യുന്ന രീതിയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ കടന്നു വരുന്ന അഭയാർത്ഥികളുടെ രൂപത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ കടന്നു വരുന്നു. ബൈഡൻ ഭരണ കാലയളവിലൊക്കെ നമുക്കറിയാം, ഹമാസ് അനുകൂല മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് അതൊക്കെ മുഴക്കിക്കൊണ്ട് നിരവധി പേർ തെരുവുകളിലൂടെയൊക്കെ നടക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായിട്ടുള്ളൊരു നിലപാടിലേക്ക് അദ്ദേഹം പോകുന്നത്. തൻ്റെ ഉറച്ച തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന സൂചന തന്നെയാണ് അമേരിക്കയുടെ സദേൺ ബോർഡറിൽ ആ ഒരു നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കുന്നു. ഒപ്പം തന്നെ 1789 ഏലിയൻ ക്രിമിനൽ ആക്ട് എന്ന് പറയുന്ന ആ ഒരു ആക്ട് റിവോക്ക് ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലായിരുന്നു ഇതിനു മുമ്പ് ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ റോസ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഇനാഗുറൽ അഡ്രസ്സിലെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു വാചകമുണ്ട്. വി വിൽ നോട്ട് ഫോർഗെറ്റ് അവർ ഗോഡ്സ്, കാൻ ഡു ദാറ്റ്സ്. നമുക്കൊരിക്കലും കഴിയില്ല, ദൈവത്തെ മറക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന മനോഹരമായിട്ടുള്ള വാചകങ്ങൾ. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ദൈവത്തെ മറക്കുക അല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുക എന്നതൊരു ഫാഷനായിട്ട് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങനത്തെ ഭരണാധികാരികൾ ലോകത്തെങ്ങും വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു വാക്ക് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ആ വാക്കുകളെ കൈയടികളോടുകൂടി തന്നെയാണ് ആ സദസ്സിലിരുന്നവർ വരവേറ്റത്. വി വിൽ നോട്ട് ഫോർഗെറ്റ് അവർ ഗോഡ് കാൻ ഡു ദാറ്റ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചെന്ന് ദൈവത്തെ അദ്ദേഹം മഹത്വപ്പെടുത്തും. നമുക്ക് എക്സിക്യൂട്ടീവ് ഓർഡറിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. പക്ഷേ ഇന്നലത്തെ ആ ഒരു ചടങ്ങ് എന്ന് പറയും, നമ്മളൊരു ആത്മീയ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ വളരെയധികം ഒരു ആവേശം ജനിപ്പിക്കുന്ന ചടങ്ങുകളല്ലേ ഇന്നലത്തെ ഇനാഗുറൽ അഡ്രസ്സിൽ നടന്നത്. ശരിക്കും ഇന്നലെ ട്രംപ് അധികാരം ഏറ്റെടുത്ത ഒരു ഇനാഗുറൽ സെറമണി, ആ ചടങ്ങുകളിലുടനീളം ഒരു ഭയങ്കര ദൈവസാന്നിധ്യം ഭയങ്കരമായിട്ട് പ്രകടമായിരുന്നു. അതായത് ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ അംഗീകരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങുകളായിരുന്നു. ഒരു വിശ്വാസ പ്രഘോഷണ വേദിയായിട്ട് തന്നെ ആ റൊട്ടൻഡോ ഹോൾ മാറുകയായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ ഭരണഘടനയിലെ സുവിശേഷത്തിന്, പരിശുദ്ധ ബൈബിളിനുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന ചടങ്ങുകൾ അങ്ങനെയായിരുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അങ്ങനെയായിരുന്നു ക്രമീകരിച്ചിരുന്നത്. അതായത് JD വാൻസ് ആദ്യം സത്യവാദി
സത്യവാചകം ഏറ്റു ചൊല്ലിയത്. അത് ജെ.ഡി. വാൻസിൻ്റെ മുത്തശ്ശിയുടെ ബൈബിളിൽ കൈവച്ചിട്ടായിരുന്നു സത്യപ്രതിജ്ഞ ചൊല്ലിയത്. അതിനുശേഷം ട്രംപും 2 പരിശുദ്ധ ബൈബിളുകളെ സാക്ഷിയാക്കിയാണ് സത്യവാചകം ചൊല്ലിയത്. അങ്ങനെ അമേരിക്കൻ ഭരണഘടനയിൽ സുവിശേഷ മൂല്യങ്ങൾക്കുള്ള ഒരു പ്രാധാന്യം, അത് അമേരിക്കയുടെ ക്രിസ്തീയ പാരമ്പര്യവും ക്രിസ്തീയ തനിമയും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു ചടങ്ങുകളായിരുന്നു നടന്നത്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ട്രംപും ഭാര്യയും അതുപോലെ വാൻസും ഭാര്യയും സെയിൻറ്റ് ജോൺസ് എപ്പിസ്കോപ്പൽ ചർച്ചിൽ പോയി അവിടുത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുത്ത ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ഒരു ആത്മീയ തുടക്കം തന്നെ ഈ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ പുതിയ യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു ആത്മീയ തുടക്കമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ ആരംഭം തുടക്കം കുറിച്ചത് കർദിനാൾ തിമോത്തി ഡോളൻ്റെ പ്രാർത്ഥനകളോടെയും അനുഗ്രഹത്തോടെയാണ് അത് തുടങ്ങിയത്. അത് തീർന്നതും തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പ്രാർത്ഥന അന്തരീക്ഷം നിലനിർത്തിയ ചടങ്ങുകൾക്കായിരുന്നു നമ്മൾ സാക്ഷ്യം വെച്ചത്. തീർന്നത് ഫാദർ ഫ്രാങ്ക് മാൻഡിൻ്റെ പ്രാർത്ഥനയോടെയായിരുന്നു. അതിൻ്റെ ഇടയിൽ പ്രശസ്ത വചനപ്രഘോഷകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം വന്നു. അതുപോലെ തന്നെ വളരെ ആവേശത്തോടെ വളരെ തീക്ഷ്ണതയോടെ ഒരു പാസ്റ്റർ ലൊറൻസോ സീവൽ ഭയങ്കര സദസ്സിനെ മുഴുവൻ ആവേശത്തിലാക്കിയ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോക നേതാക്കളെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളുടെയും തന്നെ പ്രതിനിധികൾ അവിടെയുണ്ട്, വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട്, അതുപോലെ ടെക് ഭീമന്മാരുണ്ട്. അങ്ങനെ വളരെ പോപ്പുലറായിട്ടുള്ള വളരെ സമൂഹത്തിൽ മാനിക്കപ്പെടുന്നവരുമായ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, കർത്താവിന് മഹത്വം കൊടുക്കാൻ, അതുപോലെ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഒക്കെ നടത്തിയ പ്രാർത്ഥനയിൽ കിങ് ഓഫ് കിങ്സ് ലോർഡ് ഓഫ് ലോർഡ്സ് ഒക്കെ ആയിട്ട് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ രംഗങ്ങളൊക്കെ. അപ്പോൾ ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ച ആ പ്രാർത്ഥനാ ചടങ്ങുകളിൽ കർത്താവിൻ്റെ സർവ്വമഹത്വം, കർത്താവിൻ്റെ സർവാധിപത്യം പ്രഘോഷിച്ചുകൊണ്ട് അതിലുടനീളം കീപ്പ് ചെയ്യപ്പെട്ട ഒരു വിശ്വാസ പ്രഘോഷണം. ട്രംപ് തൻ്റെ പ്രചരണ വേളയിലുടനീളം ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നതിനെ പറ്റിയും അമേരിക്കയിലേക്ക് ക്രിസ്തീയത തിരികെ കൊണ്ടുവരും എന്നും ഒക്കെ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രംപിൻ്റെ വാക്കുകളെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ചടങ്ങുകൾക്കാണ് നമ്മൾ സാക്ഷ്യം വെച്ചത്. അതുപോലെ തന്നെ ട്രംപിൻ്റെ വാക്കുകൾ, അമേരിക്ക ഒരിക്കലും ദൈവത്തെ മറക്കില്ല, അതുപോലെ താൻ ഈ സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നെ ആ വധശ്രമങ്ങളിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ എത്തിച്ചത് ദൈവം തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചില നിയോഗങ്ങളുണ്ട്, അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണെന്ന് ട്രംപ് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ട്രംപ് തൻ്റെ ദൈവവിശ്വാസം, അതുപോലെ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ, അമേരിക്കയിലെ ക്രിസ്തീയതയുടെ വേരുകൾ, അമേരിക്കയിലേക്ക് ക്രിസ്തീയത തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ആ ഒരു ചടങ്ങുകളിലുടനീളം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ചടങ്ങുകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ റോസ് പറഞ്ഞ ഒരു ആത്മീയമായ ഒരു ആവേശം നൽകുന്ന ചടങ്ങുകൾ. ഒപ്പം തന്നെ മറ്റ് ചില എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിലേക്ക് പോകും. നമ്മുടെ വിശദാംശങ്ങൾ കടന്നില്ലെങ്കിൽ ഒന്ന് പരാമർശിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മേക്ക് അമേരിക്ക റിച്ച് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ്, ഈ 3 വാചകങ്ങളിൽ നമുക്ക് ട്രംപ് ഇന്നലെ ഒപ്പുവെച്ച ഒരു 90% എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിനെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചൈനയ്ക്കെതിരെയും മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തുന്ന വിഷയം, പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ, ഒപ്പം ഈ അമേരിക്ക ഫസ്റ്റ് ആ ഒരു പോളിസിയിൽ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നു, WHO നിന്ന് പിന്മാറുന്നു. നമുക്കറിയാം ഈ WHO നിന്നൊക്കെ പിന്മാറാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ UN പല സംഘടനകളും ഈ തിന്ന് കൊഴുക്കുന്നത് പലപ്പോഴും ഈ അമേരിക്കയുടെ ഈ ഫണ്ടിങ് ഉപയോഗിച്ചാണ് പലരും അത്തരം സംഘടനകളൊക്കെ വളരുന്നത്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും ആ ഫണ്ടിങ് എങ്ങോട്ടാണ് പോകുന്നത്, അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണോ എത്തുന്നത് എന്ന കാര്യത്തിൽ പല സംശയങ്ങളുണ്ട്. നമുക്ക് ഈ ഗാസയിലും ഹമാസ് കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഹമാസിൻ്റെ ശക്തി കേന്ദ്രമായ ഗാസയിൽ UN-എതിരെ പല ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ WHO നിന്ന് അമേരിക്ക പിന്മാറുന്നു. അതിൽ നിന്നെല്ലാം വ്യക്തമാണ് അമേരിക്ക ഫസ്റ്റ് എന്നൊരു പോളിസിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പല വെല്ലുവിളികളുണ്ട്. ഈ ലിബറൽ ചിന്താഗതികൾ, ഈ ലെഫ്റ്റ് ഐഡിയോളജി, അതുപോലെ തന്നെ പലരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരു സംഗതിയാണ് ഈ കപട പരിസ്ഥിതിവാദം. നമുക്കറിയാം ഭൂമി സംരക്ഷിക്കപ്പെടണം, ഭൂമി നമ്മുടെ ഒരു വാസസ്ഥലമാണ്, അത് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം. പക്ഷെ ഒരു എക്സ്ട്രീം ഒരു ക്ലൈമറ്റ് ആക്ടിവിസത്തിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇത്തരക്കാരുടെ പല ചെയ്തികളും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അതത്ര ശക്തിപ്പെട്ടിട്ടില്ല നമ്മുടെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഈ ക്ലൈമറ്റ് ആക്ടിവിസത്തിൻ്റെ മറവിൽ പലപ്പോഴും നടക്കുന്ന ചില ചെയ്തികൾ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്രിസ്ത്യൻ ഒരു ആക്ടിവിസത്തിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നമ്മൾ പല വാർത്തകളെടുത്ത് പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഓവർ എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നുണ്ട്. ഈ ട്രംപ് എടുത്ത എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഈ പാരീസ് ക്ലൈമറ്റ് ഉടമ്പടിയിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നു. ഈ ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖനനത്തെയും ഓയിൽ ഖനനത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ, അതിൻ്റെ ഒരു അമിതമായിട്ടുള്ള ഒരു പ്രോത്സാഹനം, അതിന് തടയിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ട്രംപ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്
നടപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളത് ഈ ഓവറായിട്ടുള്ള ഈ ക്ലൈമറ്റ് ആക്ടിവിസത്തെ അല്ലെങ്കിൽ ക്ലൈമറ്റ് എക്സ്ട്രീമിസത്തെ ഇങ്ങനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പല പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം ട്രംപ് ഇത്തരത്തിലുള്ള ഈ ശ്രദ്ധേയമായിട്ടുള്ള നിലപാട് ഈ പരിസ്ഥിതിവാദവുമായി ബന്ധപ്പെട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടൊക്കെ സ്വീകരിച്ചത്. ഒപ്പം തന്നെ ലോകം വളരെയധികം ചർച്ചയാക്കിയ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആയിരുന്നു ഈ ജെൻഡർ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എണ്ണമറ്റ ജെൻഡറുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം, 10, 40, 50, 60 ജെൻഡേഴ്സൊക്കെ പല രാജ്യങ്ങളിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചത് ആണും പെണ്ണും എന്ന 2 ജെൻഡർ ആണ് എന്ന് ഉറക്കെ അദ്ദേഹത്തിന് വിളിച്ചു പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അടിയുറച്ച ഒരു ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. മെയിൽ ഓർ ഫീമെയിൽ, അത് വളരെയധികം ഒരു കയ്യടി നൽകേണ്ട ഒരു തീരുമാനം തന്നെയല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ. ജോർജ്, നമുക്ക് ഈ പഴയ നിയമത്തിലേക്ക് നമുക്ക് രാജാക്കന്മാരെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ദാവീദ് പോലെയുള്ള രാജാക്കന്മാരെ, അതായത് ദൈവം അവരെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഒന്ന് ആ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുക, അതുപോലെ തന്നെ ആ രാജ്യത്തെ ജനത്തെ സംരക്ഷിക്കുക. 2, അവരെ ദൈവാശ്രയത്തിൽ തന്നെ നിലനിർത്തുക. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അതായത് ദൈവത്തിൻ്റെ ജനമായിട്ട് തന്നെ തുടരണം, അതുപോലെ തന്നെ അവരെ ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുകയുമാണ്. ഇതാണ് രാജാവിൻ്റെ ഡ്യൂട്ടി. തൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് അനൗൺസ് ചെയ്ത ഒരു പ്രസിഡൻ്റാണ് ട്രംപ് 2ലും ട്രംപ് കൃത്യമായിട്ട് ആ കാര്യം പറയുന്നു. എനിക്ക് തോന്നുന്നു ജോർജി സൂചിപ്പിച്ചതുപോലെ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ വെച്ചിട്ട് സ്വർഗത്തിന് ഏറ്റവും സന്തോഷം നൽകിയിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ ആ പ്രഖ്യാപനം, ഇനി അമേരിക്കയിൽ ആണും പെണ്ണുമേ ഉള്ളൂ, വേറെ ഒരു ജെൻഡറും ഇല്ല. ട്രംപിൻ്റെ ഈ വിഷയത്തിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ഇങ്ങനെയാണ്. അതായത് സ്ത്രീകളെ ലിംഗപ്രത്യയശാസ്ത്രത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്ന് താൻ രക്ഷിക്കും. ബയോളജിക്കലായ സത്യം, അതായത് സ്ത്രീയും പുരുഷനും, ആ സത്യത്തെ വീണ്ടും അമേരിക്കയിൽ മടക്കി കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനെ പുനഃസ്ഥാപിക്കും. ഇതാണ് ട്രംപ് കൊടുത്ത വാക്ക്. നമുക്കറിയാം, ദൈവം ആദിയിൽ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഇതിനപ്പുറം ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് ജെൻഡറുകൾ അമേരിക്കനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഓർക്കണം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 75 വർഷമെടുത്ത് ഡെമോക്രാറ്റുകളും അതുപോലെ തന്നെ ലിബറൽ ചിന്താഗതിക്കാരും LGBTQ അവരെല്ലാവരും ചേർന്ന് വർഷങ്ങൾ കൊണ്ട് പണിതുയർത്തിയ ഒരു സംവിധാനം. ആ സംവിധാനത്തെ ട്രംപ് ഭരണം ഏറ്റെടുത്ത് ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞത് 100% സത്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീയും പുരുഷനുമായിട്ടാണെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു ജെൻഡർ ദൈവം കണ്ടിട്ടില്ല. ഈ സ്ത്രീയും പുരുഷനിൽ നിന്നുള്ള ഒരു കുടുംബ വ്യവസ്ഥിതി, ഈ വ്യവസ്ഥിതിയാണ് ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നാണ് കുടുംബങ്ങളും രാജ്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ ആ രാജ്യമില്ല, ഭൂമിയുമില്ല. അപ്പോൾ അത്തരമൊരു ജെൻഡർ ഐഡിയോളജിയുടെ ഒരു അതിപ്രസരത്തിൽ നിന്ന് ട്രംപ് അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരികയാണ്. അത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഉള്ള ഒരു തീരുമാനമായിട്ട് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന ഭാഷയിൽ ട്രംപ് എഴുതി വെച്ചിരിക്കുകയാണ്. സ്ത്രീക്ക് ട്രംപ് കൃത്യമായ ഡെഫിനേഷൻ കൊടുക്കുന്നു, പുരുഷന് കൃത്യമായ ഡെഫിനേഷൻ കൊടുക്കുന്നു. ഇനി അവിടെ മെയില്, ഫീമെയില്, ബോയ്, ഗേൾ ഇത്തരം വാക്കുകൾ മാത്രമേ ഇനി അമേരിക്കയിലുള്ളൂ. ഇനി അപ്പുറത്തേക്കുള്ള വാക്കുകൾ ഞാൻ ആരെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ തിരുത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലുണ്ട്. ഇനി 4 മാസത്തിനുള്ളിൽ അമേരിക്കയിലെ എല്ലാ രേഖകളിലും, ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ മറ്റ് സംവിധാനങ്ങളുടെ ആയിക്കോട്ടെ, എല്ലാ രേഖകളിലും ഇനി ലിംഗം പറയുമ്പോൾ അത് പുരുഷനും സ്ത്രീയും മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് അമേരിക്കയിൽ അങ്ങനെയല്ലായിരുന്നു, യൂറോപ്പിലും അങ്ങനെയല്ല. അവിടെ ലിംഗം ചോദിച്ചു കഴിഞ്ഞാൽ ലിംഗം എന്ന വാക്കല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ജെൻഡർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. സെക്സിന് പകരം ജെൻഡർ എന്ന വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ജെൻഡർ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്തും എഴുതാം. പുരുഷനാവാം, പുരുഷന് സ്ത്രീന്ന് എഴുതാം, സ്ത്രീക്ക് പുരുഷൻ എഴുതാം, അവൻ എന്ത് തോന്നുന്നു അത് എഴുതാം. അതിനപ്പുറം കടന്ന് ഇപ്പോൾ പലരും പല ജീവികളുടെ പേരും അവർക്ക് തോന്നുന്നതെല്ലാം ജെൻഡറായിട്ട് വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥയിൽ കൂടെ ആ രാജ്യം കടന്നു വരുന്ന സമയത്താണ് ട്രംപ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നത്. നമുക്കറിയാം 1990-കളിലാണ് ഈ LGBTQA+, ഈ പ്ലസും കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ്, ഇനി എത്ര ജെൻഡർ വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മനുഷ്യനെ ധാർമ്മികമായിട്ട് അധപതിപ്പിക്കുന്ന ഏറ്റവും മോശമായൊരു അവസ്ഥയിലേക്ക് അമേരിക്കയും ഈ ലോകത്തെല്ലാം കൊണ്ടുപോകുമ്പോഴാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ ഈ ജെൻഡർ ഐഡിയോളജിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അത് അത്രയും പ്രാധാന്യത്തോടുകൂടി വരാത്തതുകൊണ്ട് ഇവിടെ പലർക്കത് മനസ്സിലാക്കണമെന്നില്ല. ശരിക്കും ഈ ജെൻഡർ ഐഡിയോളജി എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരതയും അത് എങ്ങനെയായിരിക്കും മനുഷ്യവംശത്തെ മുഴുവൻ നശിപ്പിക്കുക എന്നും അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ബയോളജിക്കലി അവൻ ജനിക്കുമ്പോൾ ഒന്നുകിൽ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ ആണ് ജനിച്ചു വീഴുന്നത്. പക്ഷേ ഈ ജെൻഡർ ഐഡിയോളജി പ്രകാരം ഒരുവൻ ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കുന്നത് അവൻ തന്നെയാണ്. അവന് തോന്നുകയാണ് ഞാൻ ആണാണ്, അതല്ലെങ്കിൽ ഞാനൊരു പുരുഷനാണ്, പക്ഷേ എനിക്ക് തോന്നുകയാണ് ഞാനൊരു സ്ത്രീയാണ്.
അതല്ല ഞാൻ വേറെ ഏതോ ജെൻഡറാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ പറയുന്നതാണ് എൻ്റെ ജെൻഡർ. ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ട്രംപ് പറഞ്ഞ വാക്ക് പ്രധാനപ്പെട്ടതാണ്. അതായത് സ്ത്രീകളെ ജെൻഡർ ഐഡിയോളജിയുടെ അതിപ്രസരത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന പൊതുയിടങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രം ഉപയോഗിക്കുന്ന പൊതുയിടങ്ങളിൽ അവിടേക്ക് ആർക്കും കടന്നു ചെല്ലാൻ പറ്റും. കാരണം അവൻ പറയാണ് ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് അവർ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും? അതിനെയാണ് ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ലിബറലിസമായിട്ട് വാഴ്ത്തിപ്പാടുന്നത്. അപ്പോൾ അത്തരമൊരു ദുരവസ്ഥയാണ് അവിടുത്തെ രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള പലരും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഈ എക്സിക്യൂട്ടീവ് ഓർഡറിലെ ഒരു പ്രധാനപ്പെട്ടതാണ് ജെൻഡർ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവിധ പ്രചരണങ്ങളും. ഏത് ആശയങ്ങളായിക്കോട്ടെ, കമ്മ്യൂണിക്കേഷനുകളായിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളായിക്കോട്ടെ, പഠിപ്പിക്കലായിക്കോട്ടെ, ഇതിനുള്ള എല്ലാ ഫണ്ടിങ്ങും നിർത്തുകയാണ്. ഇതെല്ലാം ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് ഫണ്ട് ചെയ്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള അമേരിക്കയിൽ സെറ്റിലായിട്ടുള്ള പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ മക്കളെ അവിടുത്തെ സ്കൂളുകളിലേക്ക് ഞങ്ങൾക്ക് വിടാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ സ്കൂളുകളിൽ ടീച്ചർമാർ തന്നെ ഈ കുട്ടികളെ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്ക് അവരെ നയിക്കുകയാണ്. അവരുടെ ജെൻഡർ ആണാണെങ്കിൽ ആ കുട്ടിയെ പെണ്ണാക്കുന്നു, പെണ്ണാണെങ്കിൽ ആ കുട്ടിയെ ആണാക്കുന്നു. ഒരിക്കലും അവൻ്റെ ജെൻഡർ അവന് തന്നെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ അവരെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടിൽ തീരുമാനത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫണ്ടുകളും സ്റ്റേറ്റിന് കട്ട് ചെയ്യുകയാണ്. അത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ഇവിടെയാണ് പലപ്പോഴും നമ്മുടെ സഭയിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പ്രബോധനങ്ങളും ചില ആശയങ്ങളെല്ലാം പ്രയോജനപ്പെടുന്നത്. ഇനി അത് അമേരിക്കയിൽ നടക്കില്ല. ഇവിടെ സ്വവർഗ ഒത്തുവാസങ്ങൾക്കുള്ള ആശീർവാദങ്ങൾ കൊടുത്തു തുടങ്ങി. സ്വവർഗ ഒത്തുവാസങ്ങൾക്ക് നിയമപരിരക്ഷയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക പോലെ ഒരു രാജ്യം ഇത്തരമൊരു നിലപാടിലേക്ക് വരുമ്പോൾ അത് ലോകരാജ്യങ്ങളുണ്ടാക്കുന്ന, ലോക ഭരണകൂടങ്ങളുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ ശക്തമായിരിക്കും. അത് വ്യക്തമാണ്. നമ്മൾ ട്രംപ് എടുത്ത എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിലെ ചില പോസിറ്റീവ് വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്ന നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. അഭയാർത്ഥികളെ തടയുന്ന വിഷയത്തിൽ, അരുൺ സൂചിപ്പിച്ച ജെൻഡർ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു അമേരിക്കക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുന്ന പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും. എങ്കിലും ചില വിമർശന വിധേയമാക്കേണ്ട ചില തീരുമാനങ്ങൾ കൂടി ഒന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഡെത്ത് പെനാൽറ്റി, അതിൻ്റെ ഒരു പ്രോത്സാഹനം, അത്തരത്തിലുള്ള ചില എക്സിക്യൂട്ടീവ് ഓർഡേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം ജീവൻ അത് ഏത് ഘട്ടത്തിലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ ഡെത്ത് പെനാൽറ്റിയുമായി ഒക്കെ ബന്ധപ്പെട്ട ചില അതിതീവ്രമായിട്ടുള്ള നിലപാടുകൾ അത് കുറേ കൂടി ഒരു വിചിന്തനത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടി നമ്മളിവിടെ തീർച്ചയായിട്ടും പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ജോർജിയുടെ ഡെത്ത് പെനാൽറ്റിയെക്കുറിച്ച് ട്രംപ് പറയുമ്പോഴും പ്രധാനപ്പെട്ട ചില ഏരിയകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് ഭീകരവാദമാണ്, രണ്ട് ഇല്ലീഗൽ മൈഗ്രൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇല്ലീഗൽ മൈഗ്രൻറ്റിന് ഡെത്ത് പെനാൽറ്റി അല്ല, ഒരു ഇല്ലീഗൽ മൈഗ്രൻറ്റ് വന്ന് അമേരിക്കയിലെ ജനത്തിന് ഹാനികരമായൊരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ ജീവന് ഹാനി വരുത്തിയാൽ അവിടെയാണ് ഈ പറഞ്ഞ വധശിക്ഷയുടെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, ഒപ്പം തന്നെ ഇത്തരം നിയമങ്ങൾ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അത്തരം പഴുതുകൾ കൂടി അടയ്ക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും എന്നൊരു കാര്യം കൂടി, ഒരു ചിന്ത കൂടി ഇവിടെ പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലയളവിൽ നിലവിൽ വന്ന ഒരു പ്രോ അബോർഷൻ വെബ്സൈറ്റ് ഉണ്ട്. അത് ട്രംപ് കയറിയ ഉടനെ തന്നെ ആ വെബ്സൈറ്റ് ഡിസേബിൾഡ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് ക്രൈസ്തവ സമൂഹത്തിനും പ്രോ ലൈഫ് സമൂഹത്തിനും ഒക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രോ ലൈഫ് പ്രവർത്തക, 3 വർഷമായിട്ട് ജയിലിലായിരുന്ന പ്രോ ലൈഫ് പ്രവർത്തക, അതായത് അവളുടെ പ്രോ ലൈഫ് നിലപാടുകളെ പ്രതി ജയിലിൽ അടയ്ക്കപ്പെട്ടതാണ് ബെവലിൻ വില്യംസ് എന്ന പേരുള്ള അവളുടെ പ്രിസൺ റിലീസിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൺഫേം ആക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രോ ലൈഫ് നിലപാടുകളുടെ പേരിൽ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലയളവിൽ ജയിലിലാക്കപ്പെട്ട അനേകരുണ്ട്. അവർക്കൊക്കെ ഒരു മോചനം കിട്ടുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ക്രൈസ്തവരുള്ളത്. കാരണം ട്രംപ് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്, പൊതുസ്ഥലങ്ങളിൽ ദൈവത്തെ ഉയർത്തും, ക്രൈസ്തവ മാധ്യമ പ്രവർത്തകരെ പ്രതിരോധിക്കും, വിശ്വാസ സംബന്ധ ഉള്ളടക്കത്തെ സെൻസർഷിപ്പിൽ നിന്ന് മുക്തമാക്കും, ക്രൈസ്തവ വിരുദ്ധതയ്ക്കെതിരെ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും, ഗർഭചിത്രത്തിനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവരെ പീഡിത ക്രൈസ്തവരെന്ന ട്രംപ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ അർമേനിയയിലെ പീഡിത ക്രൈസ്തവരെ സംരക്ഷിക്കും. ഇങ്ങനെ തുടങ്ങി ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ള ക്രൈസ്തവ നിലപാടുകളെല്ലാം ഇനി അത് ഇംപ്ലിമെൻ്റ് ആക്കപ്പെടും എന്ന് തന്നെയാണ് ക്രൈസ്തവരുടെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ടായിട്ട് വലിയൊരു ഫാക്ടറാണ് ട്രംപിൻ്റെ ക്യാബിനറ്റ് ക്രൂ. ഈ ക്യാബിനറ്റ് ക്രൂ
ക്രൂവിലെ പലരും തങ്ങളുടെ പ്രോ ലൈഫ് നിലപാടുകളും അതുപോലെ തീവ്രവാദ വിരുദ്ധ നിലപാടുകളും ഒക്കെ ഒരുപാട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളവരും പ്രകടിപ്പിച്ചിട്ടുള്ളവരും ഒക്കെയാണ്. ഒരുപാട് കത്തോലിക്കരുണ്ട് ഈ ടീമിൽ. അതിലെടുത്തു പറയേണ്ടതാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, UN അംബാസഡർ എലിസ് സ്റ്റെഫാനിക്, സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ്, റോബർട്ട് F. കെന്നഡി, ഇങ്ങനെയുള്ളവരൊക്കെ ഈ ക്യാബിനറ്റ് ക്രൂവിലും ഈ ക്രൈസ്തവർക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ക്യാബിനറ്റ് ക്രൂ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. യുദ്ധങ്ങളും ഇസ്ലാമിക തീവ്രവാദവും അനിയന്ത്രിതമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹവും സംഘർഷങ്ങളും ലിബറൽ ചിന്താഗതികളും ലെഫ്റ്റ് ചിന്താഗതികളുമൊക്കെ വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ലോകത്ത് പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പ് തന്നെയാണ് ട്രംപിൻ്റെ ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു വരവ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാരോഹണം. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണ കാലയളവിലെ ആദ്യ ദിനത്തിൽ തന്നെ അദ്ദേഹം ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കട്ടെ. ലോകത്തെ കൂടുതൽ ഒരു സമാധാനത്തിലേക്കും ഒപ്പം തന്നെ നിലയ്ക്ക് നിർത്തേണ്ടവരെ നിലയ്ക്ക് നിർത്തുവാനുമുള്ള ഒരു ആർജവം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭരണ കാലയളവിൽ അദ്ദേഹം കാണിക്കട്ടെ. ഒപ്പം അതിനേക്കാളൊക്കെ ഉപരി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണമായിരിക്കട്ടെ അമേരിക്കയിലെ ഇനി വരുന്ന 4 വർഷങ്ങൾ. അത് ലോക രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാകട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.